ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ആക്രമണം തുടർന്ന ഇറാൻ. യുഎഇയിൽ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ച വ്യവസായ മേഖലയിലെ കെട്ടിടത്തിന് നാശനഷ്ടമുണ്ടായി. 19 ബാലിസ്റ്റിക് മിസൈലുകളും 26 ഡ്രോണുകളുമാണ് ഇന്ന് യുഎഇയുടെ പ്രതിരോധ സംവിധാനം നേരിട്ടത്. സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ തുടങ്ങി വിവിധ രാജ്യങ്ങൾക്ക് നേരെയും ഇറാൻ ഇന്നും ആക്രമണം നടത്തി. എസ് രഞ്ജിത്ത് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. എസ് രഞ്ജിത്ത്, അയവില്ലാതെ തുടരുകയാണ് ഇറാന്റെ ആക്രമണം. റിജിത്ത്, ആര്യ, തുടർച്ചയായ 34-ാം ദിവസവും വിവിധ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഇറാൻ തുടരുകയാണ്. ഇന്ന് യുഎഇയിൽ അബുദാബിയെ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും ആക്രമണമുണ്ടായത്. അബുദാബിയിലെ പ്രധാന വ്യവസായ മേഖലയായ കെസാഡിനെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തെ അതിശക്തമായി പ്രതിരോധിക്കാൻ യുഎഇയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു. എന്നാൽ ഈ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ച് വ്യവസായ മേഖലയിലെ ഒരു കെട്ടിടത്തിന് നാശനഷ്ടമുണ്ടായി. എന്നാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്ന് അബുദാബി മീഡിയ ഓഫീസ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഇന്ന് ആക്രമണമുണ്ടായ മറ്റൊരു പ്രധാന സ്ഥലം എന്ന് പറയുന്നത് ബഹ്റിനാണ്. ബഹ്റിനിൽ ഇന്ന് പുലർച്ചെ മുതൽ തുടർച്ചയായ ആക്രമണമാണ് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പക്ഷേ ഈ ആക്രമണങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്ന് ബഹ്റിനും ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ പുലർച്ചെയുണ്ടായ ഈ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് പിന്നാലെ ബഹ്റിനിലെ ഒരു പ്രധാന റോഡ് കുറേ സമയം അടച്ചിടുന്നൊരു സാഹചര്യമുണ്ടായി. എന്നാൽ പിന്നീട് ആ റോഡ് തുറക്കുകയും അതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ സൗദി അറേബ്യയെ ലക്ഷ്യമാക്കിയും ഇന്ന് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും അയച്ചു. പ്രധാനമായും കിഴക്കൻ മേഖലകളെ ലക്ഷ്യമിട്ടാണ് ഇന്നും ആക്രമണം നടത്തിയത്. ഈ ആക്രമണങ്ങളെയും ശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്ന് സൗദി പ്രതിരോധ മന്ത്രാലയവും ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഖത്തറിലും ഇന്ന് വിവിധ മേഖലകളിൽ ആക്രമണമുണ്ടായി. ഈ ആക്രമണത്തെയും പ്രതിരോധിക്കാൻ കഴിഞ്ഞുവെന്ന് ഖത്തർ ഭരണകൂടവും ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നു. രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്.